നമസ്കാരം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി. അധികാരത്തിലിരുന്ന് ധാർഷ്ട്യവും അഹങ്കാരവും കാണിക്കരുതെന്നും വിളയാതെ ഞെളിയുന്ന സമീപനം ശരിയല്ലെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. പണ്ടത്തെ കാലമല്ല ഇത്. ജനങ്ങളോടും പൊതുസമൂഹത്തോടും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ട സമയമാണിതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. മേയറുടെ പെരുമാറ്റ ദൂഷ്യം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ തിരിച്ചടിയായതായി വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടി. വിളയാതെ ഞെളിയരുതെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം. ആര്യയ്ക്ക് ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. അധികാരത്തിലിരുന്ന് ഞെളിയരുതെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി പണ്ടത്തെ കാലമല്ല, നന്നായി പെരുമാറണമെന്നും കൂട്ടിച്ചേർത്തു. അധികാരത്തിലിരുന്ന് ഞെളിയരുതെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി പണ്ടത്തെ കാലമല്ല, നന്നായി പെരുമാറണമെന്നും കൂട്ടിച്ചേർത്തു. BDJSന്റെ സീറ്റുകളിൽ സവർണർ വോട്ട് ചെയ്തില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. നടന്ന് കാല് തേഞ്ഞതല്ലാതെ ഒന്നും കിട്ടിയില്ല. ഇടതുപക്ഷത്തുള്ളവർക്ക് എന്തൊക്കെ കിട്ടി? NDAയിൽ ഒന്നുമില്ല. 10 വർഷം നടന്ന് കാല് തളർന്നതല്ലാതെ എന്ത് കിട്ടിയെന്ന് അവർ ചിന്തിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടി. മുന്നണി മാറ്റം അവർ ആലോചിക്കുന്നുണ്ട്. അവർ ആലോചിക്കട്ടെ എന്നും SNDP ഇടപെടില്ലെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. BDJS ഇടതുപക്ഷത്തേക്ക് പോകണമെന്ന അഭിപ്രായമുള്ളവരുണ്ട്. അവർ തീരുമാനിക്കട്ടെ. പാർട്ടിന്റെ പുറകെ പോയിട്ട് കാര്യമില്ലെന്നാണ് പാർട്ടി വിവാദത്തിൽ വെള്ളാപ്പള്ളി പ്രതികരിച്ചത്. യാഥാർത്ഥ്യബോധത്തോടെ എല്ലാം കാണണം. LDFന് തെരഞ്ഞെടുപ്പിൽ ക്ഷീണമുണ്ടായി എന്ന് കരുതി മുങ്ങിപ്പോയെന്നല്ലെന്നും 3ാം പിണറായി സർക്കാർ വരുമെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചത്. താൻ വർഗീയവാദിയാണെന്ന് മുസ്ലിം ലീഗ് പ്രചരിപ്പിക്കുന്നുവെന്നും നടേശൻ പ്രതികരിച്ചു. ഞങ്ങൾ ഗുരുവിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ജാതി ചിന്ത ഇതുവരെ തന്റെ ഉള്ളിൽ കയറിയിട്ടില്ലെന്നും വാർത്താസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ജാതി വിവേചനം ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാട്ടാറുണ്ട്. ജാതി വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് ജാതിയല്ല. ഞങ്ങൾ ഒരു മതത്തിനും എതിരല്ല, ഒരു വിശ്വാസത്തെയും എതിർക്കുന്നില്ല. ആരെയും ഞങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കാറില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന പ്രസ്ഥാനമാണ് SNDP. എന്നെ ലീഗുകാർ വേട്ടയാടുകയാണ്. SNDPയുടെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നതും ഞങ്ങളുടെ കേസുകൾ നടത്തുന്നതും മുസ്ലിമാണ്. SNDPയുടെ കണക്ക് ഓഡിറ്റ് ചെയ്യുന്നതും ഞങ്ങളുടെ കേസുകൾ നടത്തുന്നതും മുസ്ലിമാണ്. സിൻഡിക്കേറ്റിലെ മുസ്ലിം മെമ്പർക്ക് മുഴുവൻ വോട്ടും കൊടുത്ത് ജയിപ്പിച്ചത് ഞങ്ങളാണ്. എന്നെ വിരോധിയാക്കുന്നതിന് കാരണമുണ്ട്. പിന്നോക്ക സമുദായ മുന്നണിയും സംവരണ സമുദായ മുന്നണിയെയും പറഞ്ഞ് ഇടതുപക്ഷത്തെ ഇറക്കിക്കൊണ്ട് ഭരണത്തിൽ വരാൻ പലയിടത്തും നമ്മൾ സമരം നടത്തി. അതിനെല്ലാം പണം മുടക്കിയതും മുന്നിൽ നിന്നതും കൂടുതലും ഞാനാണ്. എന്നാൽ സമരങ്ങൾക്ക് ലീഗിന്റെ മുൻനിരയിലുള്ളവരാരും വരില്ല. 3ാം കിട ആളുകളെ മാത്രം ഞങ്ങൾക്കൊപ്പം വിട്ടുതരും. അവർ ഭരണത്തിൽ വന്നതിനു ശേഷം ഞാൻ അവരോട് ചോദിച്ചു, സുഹൃത്തെ, ഞങ്ങൾക്കൊരു നീതിയും ലഭിച്ചില്ലല്ലോ എന്ന്. പുതിയ ഭരണം വരുമ്പോൾ ഞങ്ങളെ പരിഗണിക്കാമെന്നല്ലേ പറഞ്ഞതെന്നും. അധികാരത്തിൽ കയറിയതിനു ശേഷം മുസ്ലിങ്ങൾക്കുള്ള കുറവുകൾ പരിഹരിക്കാൻ സർക്കാർ ഉത്തരവിറക്കി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോൾ ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള പിന്നാക്ക സമുദായത്തിനു വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞപ്പോൾ ഒന്നിനും ഉത്തരമില്ല. അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അവർ എല്ലാം ഒപ്പിട്ടെടുത്തു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജനാധിപത്യത്തെ തകർത്തവരാണിവർ. ജനാധിപത്യത്തെ ലീഗുകാർ കശാപ്പു ചെയ്തു. മുസ്ലിം സമുദായത്തിലെ സമ്പന്നർക്കാണ് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത്. മുസ്ലിം ലീഗിന് ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറം പാർട്ടിയാണ്. മലപ്പുറത്തെ സമ്പന്നരെ സഹായിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഭരണം പോയതിനു ശേഷം ലീഗിലെ ഉന്നത നേതാക്കൾ എന്നെ സമീപിച്ച് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. തെറ്റുതിരുത്താം. വെള്ളാപ്പള്ളി പറയുന്നത് എല്ലാം സാധിച്ചു തരണമെന്നും ഭരണത്തിൽ തിരികെ വരാൻ ഒന്നിച്ചു നിൽക്കാമെന്നും പറഞ്ഞു. സാധിക്കില്ല എന്നും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുമാണ് ഞാൻ മറുപടി നൽകിയത്. അവർ പല പ്രലോഭനങ്ങൾ നടത്തിയിട്ടും താൻ ഉറച്ച നിലപാടിൽ നിന്നു. തിരുവനന്തപുരം ജില്ലയിൽ BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുവെന്നത് നേരു തന്നെയാണ്. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനെ എല്ലാവരും കൂടെ പൊക്കി. അവർ അങ്ങ് പൊങ്ങുകയും ചെയ്തു. ഈ പൊങ്ങച്ചത്തിന്റെ ദോഷമുണ്ടായി. ആളുകളോടുള്ള പെരുമാറ്റം മോശമായിരുന്നു. അധികാരത്തിന്റെ ധാർഷ്ട്യമായിരുന്നു അവർക്ക്. അധികാരത്തിന്റെ വിനയം കാട്ടാതെ പ്രായത്തിന്റെയും ചെറുപ്പത്തിന്റെയും അഹങ്കാരവും ധാർഷ്ട്യവും കാട്ടിയതാണ് ചർച്ചാ വിഷയമായത്. ഇതാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായത്. പൊതുപ്രവർത്തനത്തിൽ വളയാതെ ഞെളിയരുത്. എന്തെല്ലാം നല്ല നേട്ടങ്ങൾ ചെയ്തിട്ടും അത് താഴെത്തട്ടിലുകളിൽ അറിയിക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചില്ല. പിന്നെ മസിൽ പിടുത്തമുണ്ട്. ആളുകളോട് മാന്യമായിട്ടും സ്നേഹമായിട്ടും പെരുമാറേണ്ടതുണ്ട് എന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. നടുറോഡിൽ KSRTC ബസ് തടഞ്ഞ സംഭവം തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെതിരെ വലിയൊരു വിമർശനങ്ങൾക്കൊക്കെ കാരണമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ആര്യ രാജേന്ദ്രനെതിരെ KSRTC ഡ്രൈവറായിരുന്ന യദുവും രംഗത്ത് വന്നിരുന്നു. കോർപ്പറേഷനിലെ CPMന്റെ പരാജയം ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടി എന്നാണ് ആര്യക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന യദു പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന് ഭരണം നഷ്ടപ്പെടുകയും NDA ഭരണം ഉറപ്പിക്കുകയും ചെയ്തതോടെ ആര്യക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത്. അവസാനമായി തന്നെ ഫോണിൽ വിളിച്ചപ്പോൾ കോടതിയിൽ പോയി നീതി നേടിക്കോളൂ എന്നാണ് പറഞ്ഞതെന്നും പോലീസ് അവർക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. അന്വേഷണത്തിൽ തനിക്ക് വിശ്വാസമില്ലെന്നും യദു പറഞ്ഞു.
ജനങ്ങളെ ഒരു വിലയുമില്ലാതെ കാണുന്ന സ്വഭാവമാണ് അവർക്ക്. അന്ന് എന്നോട് കാണിച്ചത് കണ്ടില്ലേ? മുന്നോട്ട് പോകാൻ അതിന് മാറ്റം വരണം. ഇവരുടെ പ്രവൃത്തികളിലും ധാർഷ്ട്യത്തിലും ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. എന്നോട് മാത്രമല്ല, മുൻപ് വേറൊരു സെക്യൂരിറ്റിയോട് മോശമായി പെരുമാറി. ജനങ്ങൾക്ക് അവരുടെ സ്വഭാവം മനസ്സിലായി കാണും. ആ കേസിൽ നിന്ന് പോലും പോലീസ് അവരുടെ പേരൊഴിവാക്കി. എന്നെ പിന്തുണയ്ക്കാൻ ആരുമില്ലാതെ ആയിരിക്കുന്നുവെന്നും യദു പ്രതികരിച്ചു.